മക്കളെ വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പറഞ്ഞ താമസാണ്. സോ നമ്മൾ നമ്മുടെ LSSന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോടാ. യെസ്, അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. പിന്നീട് നമ്മുടെ ക്ലാസ്സിന്റെ നോട്ട്സ്, അതായത് നമ്മുടെ LSSന്റെ ക്ലാസ്സോ അല്ലെങ്കിൽ ക്ലാസ് 4ന്റെ എന്തെങ്കിലും നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യമാണെങ്കിലല്ല അത്യാവശ്യമാണ്, സോ ആ നോട്ട്സ് ഒക്കെ അവൈലബിൾ ആവാൻ വേണ്ടി നമ്മളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാം. അപ്പൊ അതിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മക്കളെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിന്റെ നോട്ട്സും ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് നോക്കാം അല്ലെ LSSന്റെ ഏത് ലെസണിലുള്ള ക്വസ്റ്റൻ ആണ് ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യെസ്, ഇവിടെ പേപ്പർ ബോർഡ്സ് എന്ന് പറഞ്ഞ ലെസണിന്റെ അകത്തുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് കേട്ടോ. സോ നിങ്ങൾക്ക് അറിയാലോടാ, നമ്മുടെ ആ ഒരു എക്സാമിന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ലെസണിന്റെ അകത്തുനിന്ന് അല്ലെ, ഒരു ലെസണിന്റെ അകത്തുനിന്ന് 2 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ഒരു 3 മാർക്കിന്റെ പാരഗ്രാഫ് എഴുതേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇതിന് പോലെ അതായത് ഇതിന് മുന്നത്തെ വർഷം ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് മിസ് ഉണ്ടാക്കിയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം കേട്ടോ. യെസ്, നോക്കിടാ. സോ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു പാസേജ് വായിക്കാൻ വേണ്ടിയിട്ടാണ് പറയാം. Anna took out 2 not so good boards and held them out. അപ്പൊ നമ്മുടെ പേപ്പർ ബോർഡ്സിൽ അന്ന എന്ത് ചെയ്യാണ്, ഒരു അത്ര കാണാൻ നല്ലതല്ലാത്ത 2 പേപ്പർ ബോർഡ്സ് എടുത്തിട്ട് മുന്നോട്ട് നീട്ടാണ് അല്ലെ, ആർക്ക് ആ ബോയ്ക്ക് നീട്ടി കൊടുക്കുകയാണ്. Here you are, വെച്ചോ എന്ന് പറയാണല്ലേ. She handed the boards over to the boy without the trace of a smile. അപ്പം ചിരിയൊന്നും ഇല്ലാതെ അവൾ എന്താണ് 2 ബോർഡ്സ് എടുത്തിട്ട് ആ ബോയ്ക്ക് കൊടുക്കുകയാണ്. The boy took them and just stood there quietly. അല്ലെ, the boy took them. So boy അത് അവന്റെ കയ്യിൽ വാങ്ങിച്ചു and just stood there. എന്നിട്ട് അവിടെ ഒന്നും മിണ്ടാതെ നിന്നു അല്ലെ. Quietly എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ അവനവിടെ നിന്നു. He did not know what to say. അവൻ അറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. സോ ഇതാണ് മക്കളെ നിങ്ങൾക്കുള്ള പാസേജ് കേട്ടോ. ഈ പാസേജിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള 1-2 ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിടാ. Complete the sentence choosing the correct word from those given below. So ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ. Complete the sentence choosing the correct word. അതായത് കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The boy took the boards and stood there. അല്ലെ, boy took the boards and stood there. എങ്ങനെയാണ്? Happily, quietly, excitedly. സോ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയ സമയത്ത് അല്ലെങ്കിൽ ആ പാസേജ് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും എന്താണടാ. യെസ്, the boy took them and just stood there quietly. അല്ലെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്ടാ വരിക? കറക്റ്റ് ആൻസർ എന്താണ്? യെസ്, quietly ആണ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഈസി അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കിടാം. Select a suitable word from the brackets and fill in the blanks. ഓക്കെ, ആ ഒരു ബ്രാക്കറ്റിൽ ഇതാ കുറച്ച് വേർഡ്സ് വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ട് ആ ബ്രാക്കറ്റ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു fill in the blanks, ബ്ലാങ്ക് ഫിൽ ചെയ്യുക കേട്ടോ. If give is related to receive, then question is related to. അല്ലെ, give എന്ന് പറഞ്ഞാൽ എന്താണ്? കൊടുക്കുക. Receive എന്ന് പറഞ്ഞാല് വാങ്ങുക. ഓക്കെ, വാങ്ങുക അല്ലെങ്കിൽ നമ്മളത് കൈപ്പറ്റുക എന്നുള്ളതിനാണ് റിസീവ് എന്ന് പറയാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വേർഡ്, ഈ ഒരു ബ്രാക്കറ്റിന്റെ അകത്തുള്ള വേർഡ് ഏതായിരിക്കും നോക്കിയടാ. ഏതൊക്കെയാ ക്ലൂസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? റൈറ്റ് ഉണ്ട്, ആൻസർ ഉണ്ട്, റീഡ് ഉണ്ട്, ടോക്ക് ഉണ്ട് അല്ലെ. യെസ്, അപ്പം ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ എന്തിനാണ് അതിന്റെ കൂടെ ചേർക്കാറുള്ളത്? ക്വസ്റ്റ്യന്റെ കൂടെ എന്തിനാണ്? റൈറ്റോ, ആൻസറോ, ടോക്കോ, റീഡോ, ഏതാണ്? യെസ്, യു ആൻസേർഡ് ഇറ്റ് റൈറ്റ്. അപ്പൊ കറക്റ്റ് ഏതാണ്ട് ആൻസർ ആണ് അല്ലെ. നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ തന്നെയാണ്. യെസ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്നല്ലേ പറയാറ്. നെക്സ്റ്റ് ഇനി നോക്കിടാ. The boy took the boards and stood quietly. Why do you think he remained silent? Write in a paragraph. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പാരഗ്രാഫിൽ കേട്ടോ, ഒരുപാടൊന്നും എഴുതണ്ട. ഒരു 7 to 8 ലൈൻസിന്റെ അകത്ത് എഴുതി അത്രയും എഴുതാൻ കൊള്ളാവുന്ന രീതിയിൽ ഒരു ചെറിയ പാരഗ്രാഫ് കേട്ടോ. സോ the boy took the boards and stood quietly. ആ കുട്ടി ആ ബോട്ട് എടുത്തിട്ട് അവൻ മിണ്ടാതെ നിന്നു. Why do you think he remained silent? അവൻ എന്തുകൊണ്ടായിരിക്കും സൈലന്റ് ആയി നിന്നത്? അവൻ ഹാപ്പി ആയില്ല, അല്ലല്ല അവൻ ദേഷ്യപ്പെട്ടില്ല, അവൻ വേറൊന്നും കാണിച്ചില്ല. Why might have he been silent? അവൻ എന്തുകൊണ്ടായിരിക്കും സൈലന്റ് ആയത്? നോക്കടാ. The boy did not say anything because he was surprised. നമുക്ക് ചിന്തിക്കട്ടോ, നമുക്ക് ചുമ്മാ ചിന്തിച്ച് എഴുതാൻ പറ്റുന്ന ആൻസർ ആണേ.
എന്തുകൊണ്ടായിരിക്കും അവനൊന്നും മിണ്ടാതിരുന്നത്? ബിക്കോസ് ഹി വാസ് സർപ്രൈസ്ഡ്. കാരണം അവൻ വളരെയധികം സർപ്രൈസ്ഡ് ആയിരുന്നു, അത്ഭുതപ്പെട്ടു പോയി അല്ലെ. കാരണം എന്താണ്? ബിഫോർ ഹി ടുക്ക് അന്നാസ് ബോട്ട് ആൻഡ് മേഡ് ഹർ ആംഗ്രി. ബിഫോർ അല്ലെ, അതിന്റെ മുന്നേ അവൻ എന്താ ചെയ്തത്? ഹി ടുക്ക് അന്നാസ് ബോട്ട്, അവൻ അന്നേന്റെ ബോട്ട് എടുത്തിട്ട് ആൻഡ് മെയ്ഡ് ഹർ ആംഗ്രി, അവളെ ദേഷ്യം പിടിപ്പിക്കുകയാണ് ചെയ്തത് അല്ലേ. ബട്ട് നൗ, പക്ഷെ ഇപ്പം ഷീ ഗേവ് ഹിം 2 boats. അവൾ എന്ത് ചെയ്യാണ്? അവൾ അവന് 2 boats കൊടുക്കുകയാണ് ചെയ്യുന്നത്. മേ ബി nobody was kind to him before. ചിലപ്പോ എന്താണ്? മേ ബി അല്ലെ, nobody was kind to him before. അവന്റെ അടുത്ത് ആരും ഇത്രയും കൈൻഡ് ആയിട്ട്, ഇത്രയും അല്ലെ എന്താണ് അവന് ഇഷ്ടത്തോടെ അല്ലെങ്കിൽ അവന്റെ അത്രയും പാവമായിട്ട് ആരും നിന്നിട്ടുണ്ടാവില്ല. സോ he did not know what to say. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. He was feeling happy but also shy. അവന് വളരെയധികം സന്തോഷവും തോന്നുന്നുണ്ടായിരുന്നു, എന്നാൽ അതേസമയം ഷൈ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? ഷൈ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? യെസ്, നാണം. ഷൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നാണം. ഓക്കെ, അവന് ഭയങ്കര സന്തോഷവും തോന്നുന്നുണ്ടായിരുന്നു, അതേപോലെ തന്നെ നാണം ഉണ്ടായിരുന്നു കേട്ടോ. ദെൻ he did not expect Anna to share with him. അല്ലെ, അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അന്ന അവനുമായിട്ട് ബോട്ട് ഷെയർ ചെയ്യുന്ന അവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. That is why he just stood quietly. അതുകൊണ്ടാണ് അവനൊന്നും മിണ്ടാതെ അവിടെ നിന്നത് അല്ലടാ. യെസ്, ഇനി ഇതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, നോക്കിയേ. Anna looked at the boy through the corner of her eyes. Suddenly she saw the boat getting caught in a heap of mud and stones. അല്ലെ, അന്ന ഇങ്ങനെ ആ ബോയിനെ ത്രൂ ദ കോർണർ ഓഫ് ഹെർ ഐസ്, എന്താണ് കണ്ണിന്റെ എങ്ങനെ അല്ലെ കോർണർ ഓഫ് ദ ഐസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കി, ഇടം കണ്ടിട്ട് നോക്കി. ആൻഡ് സഡൻലി ഷീ സോ ദ ബോട്ട് ഗെറ്റിംഗ് കോട്ട് ഇൻ എ ഹീപ്പ് ഓഫ് മഡ് ആൻഡ് സ്റ്റോൺസ്. അല്ലെ, എന്താണ്? ഒരു വലിയൊരു കൂമ്പാരം. ഹീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയൊരു കൂന അല്ലെ, മൺകൂന അല്ലെങ്കിൽ മൺകൂമ്പാരം എന്നുള്ള കേട്ടോ. അതിന്റെ ഇടയിൽ ഹീപ്പ് ഓഫ് മഡ് ആൻഡ് സ്റ്റോൺസ് അല്ലെ, ചളിന്റെയും കല്ലിന്റെയും ആ ഒരു കൂനന്റെ ഇടയിൽ പെടുന്നതാണ് കാണുന്നത് കേട്ടോ. എടാ, വാട്ട് വാസ് അന്നാസ് ഇമോഷൻ ഹിയർ? അവിടെ അന്നയുടെ ഇമോഷൻ, അന്നയുടെ ആ ഒരു വികാരം എന്തായിരുന്നു? വറീഡ് ആണോ, എക്സൈറ്റഡ് ആണോ, ആംഗ്രി ആണോ? അന്ന എക്സൈറ്റഡ് ആവുക പറഞ്ഞാൽ എന്താണ്? ഹാപ്പി ആവുക എന്നുള്ളതാണ് അല്ലെ, ഭയങ്കര ത്രില്ല് അടിക്കുക എന്നുള്ളതിന് എക്സൈറ്റഡ് ആവുക എന്ന് പറയാം. ആംഗ്രി എന്താണ്? ദേഷ്യമാണ്. വറീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ് വറീഡ് എന്ന് പറഞ്ഞാല്? ടെൻഷൻ ആവുക അല്ലെ, കാരണം അവളെ ബോട്ട് നശിച്ചു പോവല്ലേ. യെസ്, അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താ മക്കളെ? വറീഡ് എന്നുള്ളതാണ് കേട്ടോ കറക്റ്റ് ആൻസർ വരുന്നത്. ഇതേപോലെ തന്നെ വിച്ച് വേർഡ് ഇസ് സിമിലർ ടു ദ വേർഡ് ഹീപ്പ്? അപ്പൊ ഞാൻ മിസ് പറഞ്ഞു അല്ലെ, കൂന, കൂമ്പാരം എന്നുള്ളതിനോട് സാമ്യമുള്ള വേർഡ് ഏതാണ്? ഹീപ്പ് എന്ന് പറഞ്ഞാൽ കൂന അല്ലെങ്കിൽ കൂമ്പാരമാണ് കേട്ടോ. പൈലാണോ, ഡ്രോപ്പ് ആണോ, ക്ലീൻ ആണോ? അപ്പം ഡൗട്ട് വരും അല്ലെ, മിസ് പൈൽ എന്താന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? തുള്ളി എന്നുള്ളതാണ് അല്ലെ. ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ തുള്ളി അല്ലെങ്കിൽ വീണ് പോവുക. ഡ്രോപ്പ് സംതിങ് എന്ന് പറഞ്ഞാൽ വീണ് പോവുക എന്നുള്ളതുകൊണ്ട്. ക്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തിയായിട്ടിരിക്കുക അല്ലെ. അപ്പൊ തുള്ളിയും അല്ല ക്ലീനും അല്ല. പൈൽ എന്ന് പറഞ്ഞാൽ എന്താണെടാ? ഒരു കൂട്ടി വെച്ചത് അല്ലെ, കൂമ്പാരം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആൻസർ അവിടെ പൈലാണ് വരിക. ഓക്കെടാ, ഇത്രയും ക്ലിയർ അല്ലേ? മനസ്സിലാവുന്നില്ലേ? സിമ്പിൾ അല്ലേ? ഇനി ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനും കൂടെ ഉള്ളു കേട്ടോ. അതോടെ നമ്മുടെ വീഡിയോ കഴിയുവേ. യെസ്, അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്തേ. എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് വേഗം ലൈക്ക് ചെയ്തേടാ, വേഗം ലൈക്ക് ചെയ്തേ. എന്റെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പെട്ടെന്ന് ഒന്ന് ഷെയർ ചെയ്തേ. നോക്കട്ടെ മിസ്. ഓക്കെ, യെസ്, അപ്പൊ നോക്കിടാ. Why was Anna worried? എന്തുകൊണ്ടാ അന്ന worried ആയിരുന്നത്? റൈറ്റ് ഇറ്റ് ഇൻ പാരഗ്രാഫ്. അത് പാരഗ്രാഫ് ആയിട്ട് എഴുതിയാലോ? യെസ്, അന്ന മക്കളെ, ഇതിൽ ഈ ഒരു പാരഗ്രാഫിന്റെ അന്ന എന്തുകൊണ്ട് worried ആയെന്നുള്ളതിന്റെ ആ ഒരു ചെറിയ പാരഗ്രാഫ് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ഒരു ആൻസർ ആക്കി എഴുതിയിട്ടൊന്ന് കമന്റ് ചെയ്യാമോ? നിങ്ങൾ ഒരു ഇതിപ്പോ മിസ് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതല്ലാതെ നിങ്ങൾ ഒരു ചെറിയൊരു പാരഗ്രാഫ് അല്ലെ 2-3 സെന്റൻസിലൊന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ഒരു കമന്റ് ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ. യെസ്, അന്ന വാസ് worried because her paper boat got stuck in the mud and stone. അല്ലെ, അവൾ എന്തുകൊണ്ടാണ് worried ആയത്? കാരണം അവളുടെ പേപ്പർ ബോട്ട് got stuck in the mud and stone. അല്ലെ, got stuck എന്ന് പറഞ്ഞാൽ എന്താ? കുടുങ്ങി പോകുക. എന്താണ്? കുടുങ്ങി പോകുക. യെസ്, അവളുടെ ആ പേപ്പർ ബോട്ട് എന്താണ്? മഡിലും സ്റ്റോണിലും കുടുങ്ങിപ്പോയി അല്ലെ. ഷീ വാച്ച്ഡ് ആസ് ദ വാട്ടർ സ്പ്ലാഷ്ഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. സ്പ്ലാഷ് ചെയ്യാന്ന് പറഞ്ഞതാണ് വെള്ളം വന്ന് അതിനോട് ഇങ്ങനെ മേലെ ഇങ്ങനെ അല്ലെ വെള്ളം തെറിക്കുന്നതിനാണ് സ്പ്ലാഷ് ചെയ്യാന്ന് പറയാം കേട്ടോ. സോ ഷീ വാച്ച്ഡ് ദ വാട്ടർ സ്പ്ലാഷ്ഡ് അഗെയിൻസ്റ്റ് ഇറ്റ്. അതിന്റെ മേലെ വെള്ളം തെറിക്കുന്നത് അവളിങ്ങനെ നോക്കി നിന്നു. ആൻഡ് ഷീ തോട്ട് ഇറ്റ് മൈറ്റ് സിങ്ക്. എന്നിട്ട് അവള് വിചാരിക്കണം, അയ്യോ അത് മുങ്ങിപ്പോയാലോ എന്ന് വിചാരിക്കുക കേട്ടോ. ഷീ വാണ്ടഡ് ഹെർ ബോട്ട് ടു സെയിൽ സ്മൂത്ത്ലി ഡൗൺ ദ സ്ട്രീം. അവൾക്ക് എന്ത് വേണമായിരുന്നു? അവളുടെ ബോട്ട് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് താഴേക്ക് ആ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? അരുവിയാണ് അല്ലെ, അതിൽ കൂടെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോണമെന്നുണ്ടായിരുന്നു. ബട്ട് നൗ ഇറ്റ് വാസ് ഇൻ ട്രബിൾ. പക്ഷെ ഇപ്പൊ അത് ട്രബിളിലാണ്, ഇപ്പൊ അത് കഷ്ടത്തിലാണ് കേട്ടോ. She did not know how to save it and that made her feel upset. അവൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല, അത് കാരണമാണ് അവള് അപ്സെറ്റ് ആവുന്നത്, അവള് ടെൻഷൻ ആവുന്നത് എന്നാണ് കേട്ടോ.
ഓക്കെടാ. യെസ്, അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് രണ്ട് മെയിൻ അല്ലെ, എനിക്കൊന്ന് 6ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് അല്ലെ, 2 പാസേജിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് എന്ത് പേപ്പർ ബോർഡ്സ് എന്ന് പറഞ്ഞ ലെസന്റെ അകത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ ടെക്സ്റ്റ് ഒക്കെ വായിച്ച് നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾ LSSന് റെഡി ആയിട്ടുണ്ടെന്നാണെങ്കിൽ LSSന് റെഡിയാണ് മിസ്സേ എന്ന് കൂടെ കമന്റ് ചെയ്യടാ. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് പിന്നെ ചെയ്ത് കാണല്ലോ അല്ലേ. യെസ്, അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.